കള്ളാടി ദുരന്തഭൂമിയിൽ നിന്ന് വീണ്ടും ഒരു മൃതദേഹം കിട്ടി. സോൺ 3-ൽ നിന്നാണ് മൃതദേഹം കിട്ടിയത്. ബെൻസൺ വിവരങ്ങളുമായി ചേർന്നു. ബെൻസൺ. സേതുലക്ഷ്മി, ഇപ്പോൾ ഒരു മൃതദേഹം കൂടി ഈ തിരച്ചിലിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ പുഴയ്ക്ക് താഴെ പാലത്തിന് തൊട്ട് സമീപത്ത് നിന്നാണ് മൃതദേഹം എടുത്തിരിക്കുന്നത്. നമ്മളിങ്ങ് കുറെ പുറകിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് കൃത്യം എവിടെ നിന്നാണ് എന്നതിനെ പറ്റി ഒരു വ്യക്തതയില്ല. എന്തിനാണെങ്കിലും സോൺ 3-ൽ പാലത്തിന് സമീപത്ത് നിന്ന് പുഴയ്ക്ക് കരയിൽ നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നിപ്പോൾ രാവിലെ തിരച്ചിൽ തുടങ്ങി ഈ സമയത്തിനുള്ളിൽ രണ്ട് മൃതദേഹം കണ്ടെത്താൻ ഇതുവരെയും സാധിച്ചിട്ടുണ്ട്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ ഇടങ്ങൾ കേന്ദ്രീകരിച്ച് കൂടുതൽ ആളുകളെയും സംവിധാനങ്ങളും വിന്യസിച്ചുകൊണ്ട് ഇന്ന് കാര്യക്ഷമമായ തിരച്ചിൽ നടത്താനായിരുന്നു തീരുമാനം. അത് ആ നിലയ്ക്ക് നടക്കുന്നു, അതിന്റെ ഫലം കാണുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ മൃതദേഹം പുറത്തേക്ക് എത്തിച്ച് കരയ്ക്ക് എത്തിച്ച് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. രാവിലെ ഒരു ഏകദേശം 9 മണിയോടുകൂടിയാണ് സോൺ 1-ൽ നടത്തിയ തിരച്ചിലിൽ ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. എക്സ്കവേറ്റർ ഓപ്പറേറ്റർ ആയിട്ടുള്ള ബീഹാർ സ്വദേശിയുടെ മൃതദേഹമായിരുന്നു കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ മൃതദേഹവും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ ലഭിച്ചിട്ടുള്ള മൃതദേഹം ആരുടേതാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. നിലവിൽ 4 ആളുകളെ കൂടിയായിരുന്നു കണ്ടെത്താനുണ്ടായിരുന്നത്. അപ്പോൾ ഇനി 3 ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇനി പുരോഗമിക്കുക. ഇപ്പോൾ കണ്ടെത്തിയ മൃതദേഹം അത് ആരുടേതാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അതിനുശേഷം തുടർ നടപടികൾ ഉണ്ടാകും. ഇപ്പോൾ നിലവിൽ മേപ്പാടിയിലെ ആശുപത്രിയിലേക്കാണ് മൃതദേഹം മാറ്റുക. അവിടെ എത്തി ആളെ തിരിച്ചറിഞ്ഞതിന് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റുകയും അവിടെ വെച്ച് എംബാം ചെയ്തതിന് ശേഷം എയർലിഫ്റ്റ് ചെയ്ത് അവരുടെ നാട്ടിലേക്ക് മൃതദേഹം എത്തിക്കുകയുമാണ് ചെയ്യുക. അപ്പോൾ ആ നടപടികൾ ആ നിലയ്ക്ക് പുരോഗമിക്കും. എന്ന് തന്നെയാണെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ കാര്യക്ഷമമായിട്ടുള്ള തിരച്ചിൽ ഇന്ന് നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഊർജിതമായിട്ടുള്ള തിരച്ചിൽ നടക്കുന്നുണ്ട്. രാവിലെ ഏകദേശം ഒരു 7:15 തന്നെ തിരച്ചിൽ പുനരാരംഭിച്ചിരുന്നു. പോലീസിന്റെയും NDRFന്റെയും ഫയർഫോഴ്സിന്റെയും അതോടൊപ്പം തന്നെ വിവിധ സന്നദ്ധ സേനകളുടെയും തദ്ദേശീയരായിട്ടുള്ള നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്. തദ്ദേശീയരായിട്ടുള്ള ആളുകളാണ് ഈ ഓരോ സോണുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന തിരച്ചിലിൽ ഓരോ ഇടങ്ങളും കൃത്യമായിട്ട് ആ ഭൂപ്രദേശം എങ്ങനെയാണ്, ആ ടെറൈൻ എങ്ങനെയാണ് എന്ന കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ച് നൽകുന്നത്. അതിൽ ഇന്നലെ നടത്തിയ തിരച്ചിലിലാണ് ഈ മേഖലകളെല്ലാം തന്നെ ഏത് നിലയിലാണ് എന്നതിലൊരു വ്യക്തത ഉദ്യോഗസ്ഥർക്കും വന്നിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ കെടാവർ നായകൾ ഇന്നലെ എത്തി മനുഷ്യ സാന്നിധ്യമുണ്ട് എന്ന് കണ്ടെത്തിയ പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇന്നിപ്പോൾ തിരച്ചിൽ പുരോഗമിക്കുന്നത്. എന്താണെങ്കിലും ഈ സമയത്തിനുള്ളിൽ 2 മൃതദേഹങ്ങൾ നിലവിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും 3 മൃതദേഹങ്ങൾ കൂടി അല്ലെങ്കിൽ 3 ആളുകളെ കൂടി ഇനിയും കണ്ടെത്താനുണ്ട്. 3 ആളുകളെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇനിയും പുരോഗമിക്കുക. നിലവിൽ സോൺ 1-ലും 2-ലും 3-ലും കാര്യക്ഷമമായിട്ടുള്ള തിരച്ചിൽ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. ചെറിയ മഴയുണ്ടെങ്കിലും അത് കാലാവസ്ഥ പ്രതികൂലമായി ബാധിച്ചിട്ടില്ല. രാവിലെയും അല്പം മഴയുണ്ടായിരുന്നെങ്കിലും അതിശക്തമായിട്ടുള്ള മഴയിലേക്കും അല്ലെങ്കിൽ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിലേക്ക് നിലവിലെന്തായാലും പോയിട്ടില്ല. നിലവിലെ മൃതദേഹം എടുത്ത് ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മന്ത്രി AP അനിൽകുമാറും T സിദ്ദിഖും രാവിലെ തൊട്ട് തന്നെ ഇവിടെയുണ്ട്. അവർ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായും വിലയിരുത്തി ഉദ്യോഗസ്ഥ സംഘത്തോടൊപ്പം തന്നെ നിന്ന് കാര്യങ്ങളെ ഏകോപിപ്പിക്കുകയാണ്. സേതുലക്ഷ്മി. ഓക്കെ, ശരി. ബെൻസൺ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. പറഞ്ഞ പോലെ